എത്ര വേഗത്തിലാണ് ഈ മെട്രോ റെയിലിന്റെ പണി തീർന്നത്. ആദ്യം നമ്മൾ ഈ ശ്രീധരൻ സാറിനോട് നന്ദി പറയണം. അയ്യോ, അദ്ദേഹത്തിന്റെ ഇവിടെ പൊന്നാനിയിലല്ലേ, ഈ ട്രെയിൻ ആ വഴി പോവില്ല. ഇപ്പൊ പറയണ്ട, അത് പിന്നെ ഞാൻ കാണുമ്പോ പറഞ്ഞോളാം. ഞാൻ വിചാരിച്ചിപ്പ പറയാം. സത്യത്തിൽ നമ്മുടെ ജീവിതം തന്നെ ഒരു മെട്രോ ട്രെയിൻ പോലെയല്ലേ? ആണോ? പിന്നെ എവിടുന്നോ പുറപ്പെടുന്നു, ഏതൊക്കെയോ സ്ഥലത്ത് നിർത്തുന്നു, ആരൊക്കെയോ കയറുന്നു. അയ്യോ, അങ്ങനെ എവിടുന്നോ അല്ല, ആലുവെന്നാ പുറപ്പെടുന്നത്. പിന്നെ തോന്നിയെടുത്തൊന്നും നിർത്തില്ല. ആലുവ കഴിഞ്ഞ പിന്നെ കമ്പനിപ്പടി, കളമശ്ശേരി, എടപ്പള്ളി, കലൂർ, അങ്ങനെ അങ്ങനെ. പല ദിവസങ്ങളായി ഞാൻ ഉറങ്ങിയിട്ട്. എന്തു പറ്റി? ഞാൻ ധാരാളം പുസ്തകങ്ങൾ വായിക്കുന്ന കൂട്ടത്തില് എനിക്കിഷ്ടപ്പെട്ട നോവല് കാട്ടാക്കട തങ്കപ്പൻ്റെ ചാക്കിലകപ്പെട്ട പൂച്ച. അത് വായിക്കാൻ വേണ്ടി എടുക്കും, ഒരു പേജ് വായിക്കും, അടച്ചു വയ്ക്കും. അതെന്താ? അതാ ഞാൻ പറഞ്ഞു വരുന്നത്. സലോമിക്കറിയോ, ഞാൻ ഒരുപാട് കവിതകൾ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ പുലർച്ചെ 3 മണിവരെ പേപ്പറും പേനയായി വെറുതെ കുത്തിയിരിക്കും. ഒരു വരി കവിത പോലും പറ്റില്ല. എന്നാ പിന്നെ ചെറുകഥ ഒന്ന് ട്രൈ ആയിരുന്നില്ലേ? സലോമിക്ക് എൻ്റെ പ്രശ്നം മനസ്സിലാകുന്നില്ല. എന്താ പ്രശ്നം? പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എൻ്റെ മനസ്സെൻ്റെ കൺട്രോളിലല്ല. വളച്ചൊടിക്കാതെ കാര്യം പറയാം. സലോമി എൻ്റെ പ്രശ്നം. സലോമിയോടുള്ള സ്നേഹം എനിക്ക് അടക്കി നിർത്താൻ പറ്റുന്നില്ല. കണ്ണുള്ളപ്പോൾ അതിൻ്റെ വില അറിയത്തില്ല. സലോമി പോവാന്ന് അറിഞ്ഞപ്പോൾ മുതൽ എനിക്കറിയില്ല, സലോമി ഇല്ലാതെ എനിക്കൊരു ജീവിതമില്ല. ഇതിങ്ങനെയല്ലാതെ എങ്ങനെ പറയണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇപ്പോഴെങ്കിലും പറയാൻ തോന്നിയല്ലോ. സത്യം പറഞ്ഞാൽ യാത്ര പറയാൻ ഞാൻ വേറെ ആരുടെ അടുത്തും പോയിട്ടില്ല. മുമ്പ് ഓരോ തവണ കാണുമ്പോഴും എന്നെ ഇഷ്ടമാണെന്നൊരു വാക്ക് പ്രകാശം പറയുമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. അറിയോ? പ്രകാശനല്ല, ആകാശ്. PR ആകാശ്. സോറി. നോ പ്രോബ്ലം. Jetzt lernen wir perfekt. Was haben Sie gestern gemacht? Sagen Sie. Was haben Sie gestern gemacht? Sehr gut. Was haben Sie gestern gemacht? Ich habe. ആ വാക്കെന്തായിരുന്നു പക്ഷേ? Deutsch. Deutsch. Gellen. Gelernt. Danke. Wie geht's dir, Mr. Gopal? അല്ലയോ ഗോപാൽജി, താങ്കൾക്ക് സുഖം തന്നെയല്ലേ? ജർമ്മനാ. വി ഗെറ്റ്സ് ഡിയർ. അപ്പൊ നീ ഒരുങ്ങി തന്നെ ഇറങ്ങിയിരിക്കുകയാണല്ലേ? പിന്നല്ലാതെ. എങ്ങോട്ടാ? അസുഖം കൊണ്ട് കൊടുത്തോണ്ട് ഒരു കല്യാണമുണ്ട്, ഭാര്യയുടെ ബന്ധുവിൻ്റെയാ. പിന്നെ നിന്റെ ജർമ്മൻ ഭാഷയൊക്കെ ഓക്കെ, പക്ഷേ വിസ കിട്ടാൻ വേറെ ഉണ്ടല്ലോ കടമ്പകൾ. നല്ലോണം കാശ് ചെലവാകും. വിസ സംഘടിപ്പിക്കാൻ പറ്റിയ ആളെ കണ്ടു കിട്ടണം. അതൊന്നും ഇല്ലാതെ തന്നെ ജർമ്മനിയിലേക്ക് പറക്കാനുള്ള വഴി ഞാൻ കണ്ടെത്തി കഴിഞ്ഞു ഗോപാൽജി. എങ്ങനെ? നേഴ്സ്, ഹസ്ബൻഡ് വിസ. ഇത്ര പെട്ടെന്ന് എങ്ങനെയാടാ അങ്ങനെ ഒരു നേഴ്സ്? പഠിക്കുമ്പോൾ ഉള്ള പരിചയമാണ്, പിന്നെ വിട്ടുകളഞ്ഞതായിരുന്നു. അവൾക്കിപ്പോൾ ജർമ്മനി ജോലി കിട്ടി, അത് വീണ്ടും വലിയിട്ട് പിടിച്ചു. അപ്പം നീ അവളെ കിട്ടുമോ? കെട്ടും, പക്ഷെ ജർമ്മനി എത്തിക്കഴിഞ്ഞാൽ ആ കെട്ട് ഞാൻ അഴിക്കും. എങ്ങനെ? അല്ല, അവിടെ ജോലിയായി കഴിഞ്ഞാൽ എന്തെങ്കിലും കാരണം പറഞ്ഞ് തീ നിന്ന് പോരും. പിന്നെ നാട്ടിൽ വന്നിട്ട് അന്തസ്സുള്ളൊരു കുടുംബത്തിൽ നിന്ന് മണി പോലൊരു പെണ്ണ് വേറെ കിട്ടാമല്ലോ. അച്യുതൻ മാഷിൻ്റെ മോൻ തന്നെയാണോ നീ? ഗോപാൽജി, ദൈവം മനുഷ്യന് ബുദ്ധി നൽകിയിരിക്കുന്നത് അത് സന്ദർഭത്തിനനുസരിച്ച് പ്രയോഗിക്കാം. അച്ഛനിടയ്ക്കിടയ്ക്ക് പറയാറുണ്ടല്ലോ, ലക്ഷ്യമാണ് പ്രധാന മാർഗമല്ല. ഒരു ജോലിക്ക് വേണ്ടി ആരെ വേണമെങ്കിലും വഞ്ചിച്ചോ എന്നാണോ അതിൻ്റെ അർത്ഥം? ഇതിലെന്ത് വഞ്ചന? യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ നിസ്സാര സംഭവം അത്. രാവിലെ കല്യാണം, വൈകിട്ട് ഡൈവോഴ്സ്, ഇത്രേ ഉള്ളൂ. ഗോപിയേട്ടാ, 10:30 അവര് പുറപ്പെടും, പോവണ്ടേ? ഞാൻ റെഡി. ഇത് ഗോപാൽജിയുടെ വൈഫല്ലേ? അതെ, പ്രകാശനല്ലേ? ആയിരുന്നു. ഇപ്പൊ ആകാശ്, PR ആകാശ്. ആകാശം ഒതുങ്ങില്ല നീ, ബഹിരാകാശ്. അതാ കൂടുതൽ നല്ലത്. ബഹിരാകാശത്ത് തെങ്ങും തൈ നടക്കുന്നവനാ ഇവൻ. അച്ഛാ, ബഹിരാകാശം എന്ന് പറഞ്ഞ സ്പേസ് അല്ലേ? അവിടെ തെങ്ങും തൈയൊക്കെ നടാൻ പറ്റൂ? പറ്റും. നിന്റെ അച്ഛൻ അച്യുത മാഷായിരുന്നെങ്കിൽ ഏത് തൈയും എവിടെ നടാൻ പറ്റും. ഈ മനസ്സെന്ന് പറയുന്നത് വല്ലാത്തൊരു സാധനം അല്ലേ സലോമി? എന്തേ? ഇല്ല, ഈ ഫുട്പാത്തിലൂടെ ഞാൻ എത്ര വട്ടം നടന്നിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും ഇല്ലാത്തൊരു അനുഭൂതി ഇപ്പോൾ സലോമിയോടൊപ്പം നടത്തുന്നു. പോവേണ്ടല്ലോ. വേണ്ട. ഇവിടെ എവിടെയാ താമസം? അതൊരു ബംഗ്ലാവിൽ. ബംഗ്ലാവിൽ ഗോപാൽജി കേട്ടിട്ടില്ലേ? ഇല്ല. അയ്യോ, വലിയ മനുഷ്യനാണ്. എൻ്റെ അച്ഛൻ്റെ സ്റ്റുഡൻ്റായിരുന്നു. ഞാൻ ഈ സിറ്റിയിൽ വരുമ്പോഴൊക്കെ മൂപ്പറോട് താമസിക്കണമെന്ന് വലിയ നിർബന്ധം. എനിക്ക് ഈ കള്ളും കഞ്ചാവ് അങ്ങനെയുള്ള ചീത്ത സ്വഭാവമൊന്നുമില്ല.
എന്നോട് ഭയങ്കര സ്നേഹം. പിന്നെ സ്നേഹത്തിന് മുമ്പിൽ വീണു പോകാത്ത ആരുണ്ട് കുട്ടി? വാസ്തവത്തിൽ പറഞ്ഞ ഒരു അണക്കെട്ട് പൊട്ടി ഒഴുകുന്ന പോലെയുണ്ട്. അണക്കെട്ട് പൊട്ടിയോ? ഏത്? മുല്ലപ്പെരിയാറോ? അല്ല, അത് ഞാനൊരു ഉപമ പറഞ്ഞു. കുറേ കാലം മനസ്സിലടക്കി വെച്ച സലോമിയോടുള്ള ഇഷ്ടം ഒരു അണക്കെട്ട് പൊട്ടി ഒഴുകും പോലെ പുറത്തേക്ക് ചാടി എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓ അങ്ങനെ. സലോമിക്ക് സാഹിത്യവാസന ഇത്തിരി കുറവാണല്ലേ? സാഹിത്യം വാസനിക്കോ? വാസന ഈ പുതിയ പുസ്തകങ്ങളൊക്കെ തുറക്കുമ്പോൾ ആ കടലാസിൻ്റെ പ്രിന്റ് ചെയ്ത മഷിയുടെയൊക്കെ ഒരു മണം ഉണ്ടാവാറില്ലേ? അതാണ് സാഹിത്യവാസന. എന്താ 100 rupees തരുമോ? ഒരു 100 രൂപ തരുമോ? ഇത് പറയാനാണോ ഈ ട്രാഫിക്കിൻ്റെ ഇടയിലൂടെ തന്നെ ഇങ്ങോട്ട് വിളിച്ചത്? അല്ലാതെ ഈ അവസ്ഥയിൽ ഇതിൻ്റെ ഇടയിലൂടെ എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റില്ലല്ലോ സാറേ. പ്ലീസ് ഒരു 100 രൂപ തരൂ. എന്തിനാ? മദ്യപിക്കാനാ. എന്തിനാണോ മദ്യപിക്കുന്നത്? മദ്യപിച്ചില്ലെങ്കിൽ ഇറങ്ങാൻ പറ്റില്ല സാറേ, ചമ്മല. വല്ലതും തന്നിട്ട് പോടാ പുല്ലേ. ഓളാ വേണ്ടി. മൈൻഡ് യുവർ വേർഡ്സ്. തെണ്ടി നിന്റെ ആപ്പൻ. ആരാ അത്? അത് പഴയൊരു ഫ്രണ്ടാ. ആദ്യം മനസ്സിലായില്ല. അടുത്തത് ഇപ്പോൾ ചോദിക്കുക, ആരാടാ സുന്ദരി കുട്ടി? ഞാൻ പറഞ്ഞു ഞാൻ കല്യാണം കഴിക്കാൻ പോണ പെണ്ണാണ്. ആരോടും പറയണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പറയത്തില്ല. ഈസ് വെരി നൈസ് മാൻ. വിസ എന്നാ കൈ കിട്ടുക? അതിൻ്റെ ഫോർമാലിറ്റീസ് ഒക്കെ കഴിഞ്ഞു. എംബസിലെത്തിയാൽ വിളിക്കും. ബാംഗ്ലൂരിൽ പോയി വേണം വാങ്ങാൻ. വിസ ടിക്കറ്റ് ഒരുമിച്ചാണ് കിട്ടുക. അത് കിട്ടിയാലുടനെ സലോമി പോകുമല്ലേ? പിന്നെ അതിനല്ലേ കാത്തിരിക്കുന്നത്. എന്താ പെട്ടെന്ന് ഡള്ളായത്? അല്ല, സലോമി പോണം, പോയല്ലേ പറ്റൂ. പക്ഷെ ഒരു ദിവസം പോലും സലോമിയെ പിരിഞ്ഞിരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഞാനിപ്പോൾ. അതാലോചിക്കുമ്പോഴാണ്. അവിടെ എത്തി ഞാൻ എങ്ങനെയെങ്കിലും ഒരു ജോബ് വിസ സംഘടിപ്പിക്കാൻ നോക്കാം. മെയിൽ നേഴ്സിനൊക്കെ അവിടെ നല്ല ഡിമാൻഡാണെന്നാണ് പറയുന്നത്. പിന്നെ ജർമ്മൻ പഠിക്കുന്നുണ്ടല്ലോ. അതൊക്കെ ശരിയായി വരാൻ ഒരുപാട് സമയമെടുക്കില്ലേ സലോമി? അതുവരെ സലോമിയെ കാണാതെ പിന്നെ എന്ത് ചെയ്യും? നേഴ്സുമാർക്ക് ഫാമിലി വിസയിൽ ഹസ്ബൻഡിനെ പെട്ടെന്ന് കൊണ്ടുപോകാൻ പറ്റുമല്ലോ. അതൊന്ന് ട്രൈ ചെയ്തൂടെ? അതിന് കല്യാണം കഴിക്കണ്ടേ? അത് കഴിക്കണം. അതിപ്പോൾ നാട് മുഴുവൻ അറിയിച്ച് നടത്തേണ്ട കാര്യമൊന്നുമില്ല. രജിസ്റ്റർ ഓഫീസിൽ നിന്ന് മാരേജ് സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ മതി. സർട്ടിഫിക്കറ്റ് ഒപ്പിച്ചാൽ നീ അവിടെ എത്തിയ ഉടനെ ഫാമിലി വിസ കിട്ടും. ഞാൻ അന്വേഷിച്ചു. എന്നായാലും നമ്മൾ ഒരുമിച്ച് ജീവിക്കേണ്ടി വരില്ലേ? പിന്നെന്താ? എന്നാലും പോകാനെ കുറച്ച് ദിവസമല്ലേ ഉള്ളൂ. അതിനിടയ്ക്ക് ഈ രജിസ്റ്റർ മാരേജ് എന്നൊക്കെ പറയുമ്പോൾ സലോമിക്ക് പ്രയാസമാണെങ്കിൽ ഞാൻ നിർബന്ധിക്കുന്നില്ല. അയ്യോ അങ്ങനെയല്ല. അപ്പച്ചൻ്റെ അമ്മച്ചിയുടെയും കാര്യം ആലോചിക്കുമ്പോഴാണ്. അവരൊക്കെ വലിയ സഭാവിശ്വാസികളാണ്. ഫുൾ ടൈം പള്ളിയും പ്രാർത്ഥനയൊക്കെ ആയിട്ട് നടക്കുന്നവർ. ഈ ക്രിസ്ത്യാനി അല്ലാത്ത ഒരാളെ ഞാൻ കല്യാണം കഴിക്കാമെന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. ക്രിസ്ത്യാനിയാണെന്നൊക്കെ പറഞ്ഞേക്കണം. വീട്ടുകാരെ പറ്റി ചോദിച്ചാലോ? ഒരു പള്ളിയെ അനാഥ മന്ദിരത്തിൽ വളർന്നാന്ന് പറഞ്ഞാൽ മതി. എന്തൊരു കള്ളനാ! ശ്ശോ. അമ്മച്ചി, ഈ കായത്ര മൂത്തിട്ടില്ലാട്ടോ. നിനക്ക് ആ വാഴപ്പിണ്ടി കൂടി എടുക്കാറുന്നില്ലേ? അത് അമ്മച്ചിനെ വെട്ടിയാ മതി. പറഞ്ഞ അനുസരിക്കുന്ന സ്വഭാവം പണ്ടേ ഇല്ലല്ലോ. കുരിശുമാല എന്തേ? ആ പിന്നെ അപ്പച്ചൻ പേര് ചോദിച്ചപ്പോൾ പെട്ടെന്ന് എനിക്ക് വായി വന്ന പേര് ഞാനങ്ങ് പറഞ്ഞു. സിൽവസ്റ്റർ. എന്തോന്ന്? സിൽവസ്റ്റർ. സിൽവസ്റ്റർ സ്റ്റാലോൺ എന്നൊക്കെ കേട്ടിട്ടില്ലേ? സിൽവസ്റ്റർ. അല്ല, ബെന്നിന്നോ ജോണിക്കുട്ടി എന്നൊക്കെ മതിയായിരുന്നു. എന്തായാലും ഞാൻ പറഞ്ഞുപോയി. അപ്പച്ചൻ്റെ പേര് ഗ്രിഗോറിയ സൽസലാവോസ്. ഗ്രിഗറിന്ന് വിളിക്കും. ഒപ്പത്തിനൊപ്പം നിൽക്കണ്ടേ? വാ. അപ്പച്ച ദേ ഇതാ സിൽവസ്റ്റർ. ആഹാ, എത്തിയോ? വരുമെന്ന് ഇവള് പറഞ്ഞായിരുന്നു. ആള് ഞാൻ വിചാരിച്ചേക്കാൻ മിടുക്കനാണല്ലോ. അതെ, അനാഥാലയത്തിൽ വളർന്നതെന്ന് പറയത്തേ ഇല്ല. ഒന്നും ആലോചിച്ചാ ആരാ മോനെ അനാഥരല്ലാത്തത്? എൻ്റെ അപ്പച്ചനും അമ്മച്ചിയും മരിച്ചു. അപ്പം ഞാൻ അനാഥനല്ലേ? ജീവിതത്തിലെ വലിയൊരു തത്വം അപ്പച്ചനിപ്പോൾ പറഞ്ഞത്. ഒന്ന് അനുഗ്രഹിച്ചേ.
കണ്ടോ അച്ഛന്മാർ വളർത്തിയതിൻ്റെ ഗുണം. ഒരച്ഛനെടുത്ത് വളർത്തിയതാന്ന് ഞാൻ പറഞ്ഞു. ഇതിവിടെ താഴെയുള്ള എനിക്കറിയാം, സിലോണ. സിലോണയല്ല സെലീന. ആ സെലീന, നല്ല ഉഗ്രം പേര്. 10ാം ക്ലാസ്സിലല്ലേ? അല്ല 9. അമ്മച്ചിയുടെ അനിയൻ വാങ്ങിച്ചിട്ടുണ്ടല്ലോ. അകത്ത് കയറിയിരിക്കും മോനെ. അതേട്ടാ, ഒരു അമ്മച്ചിയുടെ മോനെ വിളി ഞാൻ കേൾക്കുന്നു. അനാഥനല്ലേ? ഒരു കണക്കിന് അനാഥനായ നന്നായി. സമ്പാദിക്കാൻ തുടങ്ങുമ്പോൾ വേറെ ആർക്കും ചെലവിന് കൊടുക്കണ്ടല്ലോ. അതെ, എല്ലാം കർത്താവിൻ്റെ കാരുണ്യം. നീ പോയി മെഴുതിരി സിൽവിമോൻ കയറി ഇരിക്കട്ടാ, ഞാൻ കൈയും കാലം കഴിയിട്ട് വരാം. സെൽവിച്ചായ? എന്ത് ചായ? ചായ അല്ല, ഇച്ചായനെ വിളിച്ചതാ സെൽവിച്ചായ എന്ന്. പ്രാർത്ഥിക്കാൻ വിളിക്കുന്നു.